എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കാറില്ലായിരുന്നു. ആ MLA ശരിക്കും ഒരു മോശം ആളാ. ഞങ്ങളെയും കൊല്ലണമെന്ന് വിചാരിച്ചു. പാമ്പിന് പാല് കൊടുത്തു വളർത്തിയാലും അത് വിഷം തന്നെ ചീറ്റു കാർത്തികേ. ഇപ്പോഴെങ്കിലും സത്യം മനസ്സിലാക്കിയല്ലോ. ഞങ്ങളോട് ക്ഷമിക്കണം ഏട്ടാ. നിങ്ങൾ എന്ത് ശിക്ഷ തന്നാലും ഞങ്ങൾ സ്വീകരിക്കും. ശിക്ഷ അനുഭവിക്കേണ്ടത് നീയല്ല അഖിൽ, ആ MLA ആണ്. നിങ്ങളുടെ കയ്യിൽ അയാൾക്കെതിരായിട്ട് എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഉണ്ട് അഭിയേട്ടാ. MLA സംസാരിച്ചിട്ടുള്ള എല്ലാ കോളും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓഡിയോ മാത്രമല്ല, വീഡിയോ എവിഡൻസും കയ്യിലുണ്ട്. ഈ എവിഡൻസ് മതി നമുക്ക് അയാളെ ജയിലിലേക്ക് അയക്കാം. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ രണ്ടുപേരും പോലീസിന് മുൻപാകെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. പിന്നെ ഈ എവിഡൻസും സബ്മിറ്റ് ചെയ്യണം. ഏട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്തോളാം. എവിടെ വരാൻ പറഞ്ഞാലും വരികയും ചെയ്യാം. ഞാനിപ്പോൾ തന്നെ SI വിളിക്കാം, എന്നിട്ട് സ്റ്റേഷനിലേക്ക് പോകും. പറഞ്ഞോളൂ സാർ, സുഖമായിരിക്കുന്നോ? കാലൊടിഞ്ഞ് ആശുപത്രി കിടക്കുവാടോ. അയ്യോ, കാലിന് എന്ത് പറ്റി? അതൊരു വലിയ കഥയാ. ഞാനിപ്പോ എന്തിനാ വിളിച്ചതെന്നറിയാമോ? തന്നെ ആ അഭിറാം ഉടൻ തന്നെ ഫോൺ ചെയ്യും. കോൾ എൻഗേജ്ഡ് ആണല്ലോ. SI വിളിച്ചപ്പോൾ എൻഗേജ്ഡ് ആണെന്ന് പറയുന്നു. ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഭക്ഷണത്തിൽ അവൻ ഡ്രഗ്സ് കലർത്തിയിട്ടില്ലെന്നും കലർത്തിയത് ആരാണോ അവരെ കൂട്ടിക്കൊണ്ടുവന്ന് സാക്ഷികളായി സബ്മിറ്റ് ചെയ്യും. അപ്പോ സാറിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ. അതുകൊണ്ട് നാളെ വരെ നിങ്ങളെ അവൻ കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല. അതിനുള്ളിൽ അവന്റെ കയ്യിലുള്ള സാക്ഷികളെയും തെളിവുകളെയും മുഴുവൻ ഞാൻ ഇല്ലാതാക്കിക്കൊള്ളാം. നാളെ കോടതിയില് അഭിറാമിന് ജയിൽ ശിക്ഷ കിട്ടിയേ മതിയാകൂ. സാറിന്റെ പ്ലാനിംഗ് ഒക്കെ കൊള്ളാം, പക്ഷെ എനിക്കെന്താ പ്രയോജനം? നിനക്കെന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? ഓൾറെഡി തന്റെ വീട്ടിലേക്ക് സ്യൂട്ട് കേസ് പോയിട്ടുണ്ട്. താങ്ക് യു സാർ. ഇനി സാറ് റിലാക്സ് ആയിട്ടിരുന്നോ, ഞാൻ നോക്കിക്കോളാം. സാർ, അഭിരാമിന്റെ കോൾ വരുന്നുണ്ട്, സാർ വെച്ചോളൂ. ഹലോ, ആരാ ഇത്? ഞാനാണ് ഇൻസ്പെക്ടർ അഭിരാം. എന്താ, ഒപ്പിടാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് വരാൻ പറ്റില്ലെന്ന് പറയാനാണോ? അല്ല സാർ, ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനായിട്ട് സാക്ഷികളും തെളിവുകളെയും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയാനാണ് വിളിച്ചത്. അപ്പോ ഭക്ഷണത്തിൽ ഡ്രഗ്സ് കലക്കിയത് നീയല്ലെന്നാണോ? അത് ആരാണ് തന്നെന്നും ആരാണ് കലർത്തിപ്പിച്ചെന്നും ഞാൻ തെളിയിച്ചു തരാം. ഓക്കെ, പക്ഷെ ഞാനിപ്പോ ഔട്ട് ഓഫ് സിറ്റിയാ, നാളെ എത്തൂ. നിങ്ങൾ നാളെ വന്നോളൂ, അല്ലെങ്കിൽ സ്റ്റേഷനിൽ ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ടാവും. നിങ്ങളുടെ കയ്യിലുള്ള എവിഡൻസ് അയാളുടെ കയ്യിൽ കൊടുത്തോളൂ. ഇല്ല ഇൻസ്പെക്ടർ, സാറ് വന്നതിന് ശേഷം മാത്രം ഞാൻ അങ്ങോട്ട് വരാം. അത് തന്റെ ഇഷ്ടം. MLA ആദ്യമേ ഫോൺ ചെയ്ത് പറഞ്ഞത് നന്നായി, ഇല്ലെങ്കിൽ എനിക്കുള്ള സൂട്ട് കേസ് മിസ്സായാനെ. എന്താ പറഞ്ഞത് ഏട്ടാ? ആ SI ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെന്നാ പറയുന്നത്. നാളെ വരാനാ പറയുന്നത്. മറ്റന്നാളല്ലേ ഭീ കോർട്ട്. ആവശ്യമില്ലാതെ പോലീസ് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാ. സാറില്ല അച്ഛാ, നാളെ വൈകുന്നേരം വരെ നമുക്ക് സമയമുണ്ട്. എന്തൊക്കെയായാലും ഏട്ടാ, സ്റ്റേഷനിൽ SI ഇല്ലാത്തപ്പോ വേറെ പോലീസുകാരുണ്ടായിരിക്കുമല്ലോ. അവരുടെ കയ്യിൽ നമ്മുടെ തെളിവുകളൊക്കെ കൊടുക്കാം. ഇല്ല വസുന്ധര, സാക്ഷികളും തെളിവുകളും ഒക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതാണ് നല്ലത്. കൈമാറിക്കഴിഞ്ഞാൽ അത് ലീക്കാവാൻ സാധ്യതയുണ്ട്. ഇന്ന് കോടതി അവധിയല്ലായിരുന്നെങ്കിൽ നേരെ ജഡ്ജിന്റെ അടുത്തേക്ക് തന്നെ പോവായിരുന്നു. ഇനി ഞങ്ങൾ ഏട്ടന്റെ ഭാഗത്ത് തന്നെ ആയിരിക്കും. ഒരിക്കലും മനസ്സ് മാറില്ല ഏട്ടാ. ഞങ്ങളെയും കൂടി ആ MLA കയ്യിൽ നിന്ന് രക്ഷിക്കണം ഏട്ടാ. ഞങ്ങൾക്ക് അത് മതി. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ദേഹത്തെ MLA നിഴല് പോലും വീഴില്ല. നിങ്ങൾ രണ്ടുപേരും ധൈര്യമായിട്ടിരിക്കുക. വേണ്ട വേണ്ട, അത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടും നിർബന്ധിച്ച് ഡിസ്ചാർജ് വാങ്ങി വന്നിരിക്കുക.
സാറിന്റെ കാലിനെ പറ്റി ആലോചിക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. കാല് പോയാലും കുഴപ്പമില്ലടാ. അഭിറാം ഈ കേസിൽ നിന്നും പുറത്തു വരാൻ പാടില്ല. ജാമ്യം റദ്ദായി ജയിലിലേക്ക് പോകണം. എന്തൊരു ഉയർന്ന ചിന്ത. നിങ്ങളെ പോലെ ഒരാളിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല സാർ. കളിയാക്കിയതാണോ പ്രശംസിച്ചതാണോ? ഇപ്പൊ പ്ലാൻ എന്താണ് സാർ? അഭിറാമിന്റെ 2 കുട്ടികൾക്കും ഐസ്ക്രീം കൊടുക്കാൻ പോവാ. പണമുള്ളതിന്റെ അഹങ്കാരം ഉണ്ടോ സാർ? പിന്നെ അല്ലാതെ ഹീറോയുടെ കുട്ടികൾക്ക് ഏത് വില്ലന് ഐസ്ക്രീം വാങ്ങി കൊടുക്കുന്നേ? അതാണ് എന്റെ യഥാർത്ഥ പ്ലാൻ. എന്ത് പ്ലാനാണ് സാർ? പറയാം. അയ്യാ ഒന്ന് നിൽക്ക്. എന്താ സാർ? നമസ്കാരം സാർ. ഐസ്ക്രീം വേണോ സാർ? വേണം, പക്ഷേ എനിക്കല്ല. അവിടെ നോക്ക്, ആ വീട്ടിലുള്ള 2 കുട്ടികൾക്ക്. അവിടെ പോയി ആ കുട്ടികൾക്ക് ഐസ്ക്രീം കൊടുക്കണോ സാർ? കൊടുക്കണം, പക്ഷേ നിന്റെ ഐസ്ക്രീം അല്ല, ഞാൻ തരുന്ന ഐസ്ക്രീം. ഇത് നീ തന്നെ സൂക്ഷിച്ചു കൊണ്ടുപോയി ആ 2 കുട്ടികൾക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് പൊയ്ക്കോ. സാർ എന്റെ കയ്യിൽ ഒരുപാട് ഐസ്ക്രീം ഉണ്ട്. പിന്നെ സാർ എന്തിനാ ഇത് തരുന്നേ? നീ കലക്കവെള്ളത്തിൽ ഐസ്ക്രീം ഉണ്ടാക്കി വിൽക്കുന്നവനല്ലേ? അയ്യോ അങ്ങനെയൊന്നുമില്ല സാർ, ഞാൻ നല്ല വെള്ളത്തിൽ ഐസ്ക്രീം ഉണ്ടാക്കുന്നേ. ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്തില്ലെങ്കിൽ നീ കലക്കവെള്ളത്തിലാണ് ഐസ്ക്രീം ഉണ്ടാക്കി വിൽക്കുന്നതെന്ന് പറഞ്ഞ് നിന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കും. അയ്യോ വേണ്ട സാർ, സാറ് പറയുന്ന പോലെ തന്നെ ചെയ്തോളാം. ചെല്ല്, ആ വീടിന് മുൻപിൽ നിൽക്ക്. എന്നിട്ട് ആ കുട്ടികൾ പുറത്തു വരുന്നതുവരെ ബെല്ലടിച്ചുകൊണ്ടേയിരിക്കണം. വന്നതിന് ശേഷം കുട്ടികളുടെ കയ്യിൽ ഈ ഐസ്ക്രീം കൊടുത്തിട്ട് നീ വേഗം പോയിക്കോ. ശരി സാർ, ഞാൻ പോയിട്ട് വരാം. ഇപ്പൊ പോലും സാറിന്റെ പ്ലാൻ എന്താണെന്ന് എനിക്ക് പിടി കിട്ടിയില്ല. വെയിറ്റ് ചെയ്യ്. ഐസ്ക്രീം, കോൺ ഐസ്ക്രീം, കപ്പ് ഐസ്ക്രീം, ഓൾ ഐസ്ക്രീം, ഐസ്ക്രീം, പാൽ ഐസ്ക്രീം, കോൺ ഐസ്ക്രീം, കപ്പ് ഐസ്ക്രീം. അനു, ഐസ്ക്രീം വണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഐസ്ക്രീം കഴിച്ചാലോ? കഴിക്കാം. അച്ഛ, ഐസ്ക്രീം വന്നു, ഞങ്ങള് വാങ്ങാം. അച്ഛൻ പൈസ തരോ? വാച്ചോ, സൂക്ഷിക്കണേ. ഏത് ഐസ്ക്രീം വേണം മോളെ? എനിക്ക് ചോക്കോബാർ വേണം. എനിക്ക് കപ്പ് ഐസ്ക്രീം മതി ചേട്ടാ. അതെല്ലാം തീർന്നു പോയി മോളെ. കോൺ ഐസ്ക്രീം ഉണ്ട്, അതെടുക്കട്ടെ? ശരി. വേണ്ട മോളെ, നിങ്ങൾ ചോദിച്ച ഐസ്ക്രീം എനിക്ക് തരാൻ പറ്റിയില്ലല്ലോ. കുഴപ്പമില്ല. കുട്ടികൾ ഐസ്ക്രീം വാങ്ങി സാർ. ഇനിയെങ്കിലും സാറിന്റെ പ്ലാൻ എന്ന് പറഞ്ഞേ. നേരത്തെ പറഞ്ഞ പ്ലാൻ തന്നെയാ. ആ 2 ഐസ്ക്രീമുകളിൽ ഒരെണ്ണത്തിൽ ഞാനൊരു കെമിക്കൽ കലർത്തിയിട്ടുണ്ട്. അത് ഏത് കുട്ടിയാണോ കഴിക്കുന്നത് ആ കുട്ടിക്ക് സ്റ്റൊമക് പെയിൻ ഉണ്ടാവും. അപ്പോൾ ആ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അവിടെ നമ്മുടെ ഡോക്ടർ ട്രീറ്റ്മെന്റിന് വേണ്ടി കുട്ടിയെ ബാംഗ്ലൂരിലേക്കോ ഡൽഹിയിലേക്കോ കൊണ്ടുപോകണമെന്ന് പറയും. കുട്ടിയോടൊപ്പം അഭിറാം സിറ്റിയുടെ അതിർത്തി കടക്കുമ്പോൾ പോലീസ് അവനെ അറസ്റ്റ് ചെയ്യും. ഇത്ര ക്രൂരമായ, ചീപ്പായ, തല്ലിപ്പൊളിയായ, നികൃഷ്ടമായ പദ്ധതി ഉണ്ടാക്കണമെങ്കിൽ സാറിന് കൊണ്ടേ പറ്റൂ. നീ മിണ്ടരുത്. അതല്ല, ആ കെമിക്കൽ ഐസ്ക്രീം ഏത് കുട്ടിയായിരിക്കും കഴിക്കുന്നത്?
കഴിക്കുന്നതിന് മുന്നേ എന്തിനാ ഇങ്ങനെ ഐസ്ക്രീം കഴിക്കുന്നേ? ഇപ്പൊ നല്ല ചൂടല്ലേ, കുട്ടികൾ കഴിക്കട്ടെ. ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കില്ല. അതൊക്കെ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളൂ. അല്ല, അഖിലും കാർത്തിക എവിടെ? ആ എസ് ഐ സിറ്റിയിൽ തന്നെ ഉണ്ടായിട്ടും ഈ സിറ്റിയിൽ ഇല്ലെന്ന് കള്ളം പറയുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്കും അത് ഡൗട്ട് തോന്നിയിരുന്നു കാർത്തിക. ആ എസ് ഐ MLA ബലം കൈയല്ലേ. MLA വാക്കും കേട്ടുകൊണ്ട് ഏട്ടന് ടൈമും വേസ്റ്റ് ചെയ്ത് പിന്നെ അറസ്റ്റ് ചെയ്യാൻ നോക്കുക അയാള്. ആ, ഒരു കാര്യം ചെയ്യാം. ആ എസ് ഐക്ക് ഒരു ഫേക്ക് കോൾ ചെയ്ത് അയാൾ സ്റ്റേഷനിലാണോ അതോ പുറത്താണോ എന്ന് നമുക്ക് ചോദിക്കാം. യെസ്, നല്ല ഐഡിയ അത്. ഞാൻ ഇപ്പൊ തന്നെ ഫോൺ ചെയ്യാം. ആ, നമ്മുടെ ഫോണിൽ നിന്ന് വേണ്ട, അച്ഛന്റെ ഫോണ് കൊണ്ടുവരാം. ആ നമ്പർ എസ് ഐക്ക് അറിയില്ലല്ലോ. കറക്റ്റ്, പോയി വേഗം കൊണ്ടുപാടി. നിങ്ങൾ എവിടെ പോയതാ കാർത്തിക? അഖിലിനെ വിളിക്ക്, ഭക്ഷണം കഴിക്കാം. 5 മിനിറ്റിനകം വരാം ഏട്ടത്തി. എന്താ സാർ, ആ വീട്ടിൽ നിന്ന് കരച്ചിലോ നിലവിളിയോ ഒന്നും കേൾക്കുന്നില്ലല്ലോ സാർ. ഐസ്ക്രീമിൽ ശരിക്കും കെമിക്കൽസ് കലർത്തിയിട്ടുണ്ടാ? അതിൽ ഒരു ഡൗട്ടും ഇല്ലടാ. ഒന്ന് ക്ഷമിക്കേ. ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് അഭിരാമും വസുവും ഇപ്പൊ പുറത്തേക്ക് വരുന്നത് കാണാം. സൂപ്പർ സാർ. ഹലോ, ആരാണ്? സാർ, ഞാൻ വഴുതക്കാട് ജംഗ്ഷനിൽ നിന്ന് ഫോൺ ചെയ്യുക. ഇവിടെ ഓട്ടോക്കാരന്മാരെ വലിയ പ്രശ്നം ഉണ്ടാക്കുക. തമ്മി തല്ലി ചാവുന്ന തോന്നുന്നേ. അങ്ങനെയാണോ? ഞാൻ ഇപ്പൊ തന്നെ എത്താം. ആൾ ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ഗസ് കറക്റ്റാ കാർത്തിക. ആ എസ് ഐ ഇവിടെ സിറ്റി തന്നെ ഉണ്ട്. വാ, അബിയേട്ടനോട് പറയാം. വാ, വേഗം ഇരിക്കും, കഴിക്കാം. സ്റ്റേഷനിൽ പോയിട്ട് വന്നിട്ട് കഴിക്കായേട്ടാ. ഒന്ന് വേഗം വായേട്ടാ. അതിനാ എസ് ഐ സിറ്റിയിൽ ഇല്ലെന്നല്ലേ പറഞ്ഞത് കാർത്തിക? അത് പച്ച കള്ളമാണ് ഏട്ടത്തി. ഞങ്ങളിപ്പോ എസ് ഐക്ക് ഫോൺ ചെയ്തു. അയാൾ സ്റ്റേഷനിൽ തന്നെയുണ്ട്. വാട്ട്? ആ എസ് ഐ MLA ആള് തന്നെ ഏട്ടാ. മനഃപൂർവ്വം ഏട്ടന് ടൈം വേസ്റ്റ് ചെയ്യാ അയാള്. നാളെയും മറ്റന്നാളെന്നൊക്കെ പറഞ്ഞ് കോടതിയുടെ സമയം തീരുന്നവരെ നമ്മളിട്ട് വട്ടം കറക്കും അയാള്. ഇതിന്റെ ഇടയിൽ എങ്ങനെയെങ്കിലും ഏട്ടനെ അറസ്റ്റ് ചെയ്യിച്ച് ജയിലാക്കാനുള്ള പ്ലാനാ. ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് പോയി എവിഡൻസ് എല്ലാം സബ്മിറ്റ് ചെയ്യാം അബിയേട്ടാ. ആ MLA അറസ്റ്റ് ചെയ്യിപ്പിക്കാം. അങ്ങനെ തന്നെ ചെയ്യാം. ആദ്യം നിങ്ങൾ ഇന്ന് കഴിക്കുക. SI സ്റ്റേഷനിൽ തന്നെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞല്ലോ. കഴിച്ചതിന് ശേഷം നേരെ അങ്ങോട്ട് തന്നെ പോവാം. അതെ, ആദ്യം നിങ്ങൾ സമാധാനത്തോടെ കഴിക്കാൻ നോക്ക്. അനു, 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 അനു. അനു, 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 അനു. അനു, അനു, എഴുന്നേക്ക് മോളെ. അനു, അനു, അനു. അനു, അനു, അനു. അനു, 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 എഴുന്നേക്ക്. അനു, അനു, അനു. ഏട്ടാ, വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. ശരി, വാ, വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം.
ചേട്ടാ വേഗം ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോ. ഇതിലെ പോ, എളുപ്പത്തിൽ. ഞാൻ പറഞ്ഞില്ലേ ബിയെ, ആ ഐസ്ക്രീം അതിന്റെ പണി ചെയ്തു. മഹാപാവമാണ് സാർ. ആ കുട്ടിയുടെ ജീവൻ എടുക്കും എന്തോ. എന്താ സംഭവിക്കുന്നതെന്ന് അവരുടെ പുറകെ പോയി നോക്കാം. ഡ്രൈവർ, വണ്ടി എടുക്ക. ഡോക്ടർ ഡോക്ടർ ഡോക്ടർ, എന്ത് ചോദിച്ചു? ഇവള് പെട്ടെന്ന് ബോധം കെട്ട് വീണു. ഐസ്ക്രീം കഴിച്ചപ്പോ പെട്ടെന്ന് തലകറങ്ങി വീണത്. സിസ്റ്റർ, ബിയെ, അകത്തെന്താ നടക്കുന്നതെന്ന് പോയി നോക്കിയിട്ട് വാ. ശരി സാർ. ഡോക്ടർ, മോൾക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? മോള് കഴിച്ച ഐസ്ക്രീമിൽ പോയിസൺ ഉണ്ട്. ധൈര്യമായിട്ടിരിക്കുക. ഇന്നലെ കീർത്തിക്ക് വലിയൊരു ആപത്താ ഉണ്ടാകാൻ പോയത്. ഇപ്പതാ നമ്മുടെ അഞ്ഞൂനും. ഇതാ MLA പ്ലാൻ ആയിരിക്കും, അതോ അറിയാതെ സംഭവിച്ചതാണോ? ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഇതൊരു ആക്സിഡന്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇനി ഒരു പക്ഷേ ഇത് MLA കളിയാണെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടില്ല.
സാക്ഷികളോ തെളിവുകളോ ഒന്നും എനിക്ക് ആവശ്യമില്ല. വീട്ടിൽ കയറി അവനെ തീർത്ത് കളയും ഞാൻ. ഡോക്ടർ അങ്ങനെയാണോ പറഞ്ഞത്? അതെ സാർ, ബ്ലഡ് റിസൾട്ട് വന്നതിന് ശേഷം എന്താണെന്ന് കൃത്യമായി പറയാന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്കും ഡോക്ടറോടൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യമാണ് സാർ?